ആരാടാ അത്? എടാ നിന്നോടാ ചോദിച്ചത്. മതി മതി ജോലിയൊക്കെ ചെയ്തത്, ബാക്കി നാളെ ചെയ്താൽ മതി. പോടോ, വീട്ടിൽ പോ. അയ്യോ സാറിനെന്തോ ആപത്ത് പറ്റിയിരിക്കുന്നു. ഒന്ന് വേഗം ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. ഒന്ന് വേഗം ചെന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്ത്. നമോ വിഷ്ണു, നമോ വിഷ്ണു, നമോ വിഷ്ണു. ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. MLA അർണബ് ദത്തയെ മരിച്ച നിലയിൽ സ്വിമ്മിംഗ് പൂളിൽ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലാണ് അത്. നാരായണ നാരായണ, നമോ നാരായണ നാരായണ, ഓം നമോ നാരായണ നാരായണ, ഓം നമോ നാരായണ നാരായണ, ഓം നമോ നാരായണ നാരായണ നാരായണ, ഓം നമോ നാരായണ നാരായണ, ഓം നമോ നാരായണ 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 ശ്രീരാം. നമോ നാരായണ. ഇതൊരു സെൻസേഷണൽ മർഡർ ആണ്. ഇന്നലെ രാത്രി ഗോപാൽപൂർ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ താമസിക്കുന്ന കർണ സിംഗിന്റെ ശവശരീരം കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കർണ സിംഗ് പോലീസുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കുറച്ചു നാളിന് മുമ്പാണ് ജാർഖണ്ഡിൽ നിന്നും അയാളെ ഇവിടേക്ക് മാറ്റിയത്. കൊലപാതകത്തിന്റെ തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ പോലീസ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൊൽക്കത്തയിലെ നഗരമധ്യത്തിലുള്ള ഒരു വീട്ടിൽ കുറച്ചു കാലം മുമ്പ് മോഷണവും കൊലപാതകവും നടന്നിരിക്കുന്നു. ആ വീട്ടിലുള്ള അയൻ എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാൾക്ക് ഈ വ്യക്തിയോടുള്ള വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക. അച്ഛാ, എന്താ നീ ഇവിടെ? നാളെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ശ്രാദ്ധമാണ്. ഇത് നിങ്ങൾക്കുള്ള കാർഡാണ്. നടുറോട്ടി വെച്ചാണോ തരുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ചടങ്ങെല്ലാം നന്നായി നടത്ത്. എന്നിട്ട് അടുത്ത ചടങ്ങ് അതിലും നന്നായി നടത്ത്. അത് നീ ചെയ്ത പാപത്തിന്റെ കൂലിയാ. രണ്ടുപേരെ കൊന്നുകളഞ്ഞിട്ട് ഇപ്പൊ എന്നെ കൊല്ലാൻ വന്നിരിക്കണോ നീ? ഞാൻ നിന്റെ അനിയത്തോട് വേണമെന്ന് വെച്ച് ചെയ്തല്ല, ഞാനൊന്ന് പിടിച്ച് തള്ളിപ്പോ. എടാ നീ എന്നെ
ഈ കേസിന്റെ വിചാരണയ്ക്ക് ശേഷം കോടതി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അത് സാധാരണ വീട് മാത്രമല്ല, ചെങ്കല്ല് കൊണ്ടും സിമന്റ് കൊണ്ടും മണ്ണ് കൊണ്ടും മാത്രം പണിത ഒരു വീടല്ല അത്. ഒരു കാര്യങ്ങളും പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഫൈറ്റ് ചെയ്തതിന്റെ കാലുകൾ തളർന്നിരിക്കുന്നു. എല്ലാം ക്ഷമിച്ചത് കാരണം എനിക്ക് അവസാനം രക്തം ചിന്തേണ്ടി വന്നു. എന്റെ സഹോദരിയുടെ വേദനയും അതുകൊണ്ട് ഈ കോടതി അമ്മയുടെ കണ്ണീരും എനിക്ക് ആയുധമായി മാറുകയായിരുന്നു. മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആയുധമെടുക്കേണ്ടി വന്നത്. അതല്ലാതെ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. എന്റെ ഈ ജീവിതം ഇനിയുള്ളവർക്കും ഒരു പാഠമായിരിക്കണം. ധൈര്യമുണ്ടെങ്കിൽ നമുക്കെന്തും സാധിക്കും. ഭയത്തെ പോലും നമുക്കില്ലാതാക്കാം. ഇതാ നോക്കി, ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യാൻ പോവുക. ഓരോ ദിവസവും ഞാനിവിടെ കിടന്ന് ചത്ത് പണിയെടുക്കുക. അത് മാത്രമല്ല, ഓരോ ദിവസവും എനിക്ക് അത്യാഗ്രഹം കൂടുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രായച്ചിത്തം ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒരു തോന്നലുണ്ടായി. എൻ്റെ മോൻ മരിച്ചത് കാരണമേ ആ വിഷമം സഹിക്കേണ്ട എൻ്റെ ഭാര്യ എൻ്റെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്തു. ഇപ്പം നിങ്ങളോടെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോറി, നീ ശരിക്കും വിജയിച്ചു. എന്നോട് ക്ഷമിക്കണം. താങ്ക് യു സാർ.